ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അനുമോള് സർവാധികാരികളെ നാണം കെടുത്തുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ സർവാധികാരികളുടെ അടിമകളായി പ്രവർത്തിക്കാൻ വേണ്ട ആളുകളുടെ യോഗ്യത ഇവർ പറയണം. നിവിനും ജിസയിലും പറയണം. അത് അവർ ഓരോരുത്തരെ വിളിച്ച് വേണം പറയാൻ. എന്തുകൊണ്ട് പിന്നെ അവരെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെ എടുക്കുന്നില്ല എന്നുള്ളതും നിവിനും ജിസയിലും പറയണം. അങ്ങനെ അവർ ആദ്യം വിളിച്ചത് അനുമോളെയാണ്. അനുമോളെ ഇതിനായിട്ട് സെലക്ട് ചെയ്യാൻ ഒരു യോഗ്യതയുമില്ല. അനുമോള് ക്യാമറ നോക്കി ജയിക്കുന്ന ആളാണ്. ക്യാമറയിൽ നോക്കി കരയാനും പോലെ ഡ്രാമ കളിക്കാനും ഒക്കെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് അനുമോളെ എടുക്കുന്നില്ല. അവളെ എടുക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് വേണ്ട ക്വാളിറ്റി ഗെയിമിനെ ഗെയിമായി കാണാൻ പറ്റുന്ന ആളുകളെയാണ് എടുക്കാൻ പറ്റുള്ളൂ. ഗെയിമിനെ പേഴ്സണലായിട്ട് എടുക്കുന്ന ആളും ഗെയിമായി കളിക്കുന്ന ആളെയും രണ്ട് സ്വഭാവം കാണിക്കുന്ന ആളെ എടുക്കാൻ പറ്റില്ല എന്ന് നെവിൻ തമ്പുരാൻ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ അനുവിന് ആകെ ട്രിഗറായി. അനു അപ്പുറത്തുള്ള ക്യാമറയിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, മുടിയൊക്കെ ഒന്ന് ശരിയാക്കുന്നു, മേക്കപ്പ് ഇടുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ക്യാമറയിൽ നോക്കി ജീവിക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവരെ കളിയാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ക്യാപ്റ്റൻ ശരത്ത് വന്ന് ഇടപെടുന്നുണ്ട്. ഇവിടെ വന്ന് നിൽക്കണം, അവിടെ ഒന്നും മാറി നിൽക്കല്ലേ, ഒരു മോർണിംഗ് ടാസ്ക് ഇവിടെ നടക്കുമ്പോൾ നീ എന്താ അവിടെ പോയി നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നു, ഞാൻ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നിങ്ങളെയല്ല എന്ന് പറയുന്നുണ്ട് അനുമോള്. ജിസയിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു ടാസ്ക് നടക്കണം, അത് സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അനു പറയുന്നുണ്ട് അത് ഞാൻ തീരുമാനിക്കും സീരിയസ് ആയിട്ട് എടുക്കണോ വേണ്ടയോ എന്ന്. എനിക്ക് ചിരിക്കണം തോന്നിയാൽ ഞാൻ ചിരിക്കും, എനിക്ക് കരയണം തോന്നിയാൽ ഞാൻ കരയും. അതൊന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട, അതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഇവിടെ ഡ്രാമ കളിക്കാനൊന്നും നടക്കില്ല, എല്ലാവരും ഒരുപോലെയാണ്, ഇത് സീരിയലൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. നീ ഇവിടുത്തെ റൂള് തെറ്റിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരെ പോലെ ആവാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇവിടുത്തെ റൂളൊന്നും ഞാൻ തെറ്റിച്ചിട്ടില്ല, അതിന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ റൂള് തെറ്റിച്ചെന്ന്, നിങ്ങളുടെ കാര്യം നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ തന്നെ വൻ വഴക്കായി.